ഓക്കെ, സോ സ്മാർട്ട് ഫോൺ പ്രൈസുകൾ കുത്തനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മാർക്കറ്റിൽ നിങ്ങൾ അത്യാവശ്യം വാല്യൂ ഫോർ മണി ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും നിങ്ങൾ സ്കൂളിൽ നിന്ന് ജസ്റ്റ് പഠിച്ചിറങ്ങിയ ഒരാളാണ് അല്ലെങ്കിൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ പെർഫോമൻസും ബാറ്ററി ബാക്കപ്പും ഈവൻ ക്യാമറ ആണെങ്കിലും ഇതെല്ലാം അടങ്ങുന്ന ഒരു വാല്യൂ ഫോർ മണി ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടിരിക്കണം. ഇതാണ് ഐക്യൂയുടെ ലേറ്റസ്റ്റ് iQOO Z11X. കഴിഞ്ഞ വർഷം വന്ന iQOO Z10X തീർച്ചയായിട്ടും ഒരു ബഡ്ജറ്റ് കിങ് ആയിരുന്നു. സോ ഈ വർഷം വന്നിരിക്കുന്ന ഈ ഒരു Z11Xും ഒരു ബഡ്ജറ്റ് കിങ് ആണോ? നമുക്ക് നോക്കാം. ഈ കാണുന്ന ടൈറ്റൻ ബ്ലാക്ക് ആൻഡ് പ്രിസ്മാറ്റിക് ഗ്രീൻ കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. എനിക്ക് ഗ്രീൻ കളർ ഓപ്ഷൻ ഇഷ്ടപ്പെട്ടു. ബാക്കിൽ ഒരു സട്ടൽ പ്രിസം ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ബഡ്ജറ്റ് ഫോണാണ്, സോ ഓബ്വിയസ്ലി പ്ലാസ്റ്റിക്കിന്റെ ബിൽഡിലാണ് വരുന്നത്. പക്ഷേ ഈ ബാക്ക് കവർ ഉണ്ടല്ലോ, ഇതിന്റെ ഇവിടെ ഇങ്ങനെ എഡ്ജിൽ ഇങ്ങനെ കേർവ് ആയി പോകുന്നതുകൊണ്ട് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ കംഫർട്ടബിൾ ആണ്. അത് നിങ്ങളിത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഗെയിമിംഗ് ആണെങ്കിലും വലിയ ഇഷ്യൂ ഒന്നും നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ഈ ഫോണിന്റെ വെയിറ്റ് ആണെങ്കിലും തിക്നെസ് ആണെങ്കിലും ബഡ്ജറ്റ് ഫോണിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. പിന്നെ ഈ പ്രൈസിൽ IP68 ആൻഡ് IP69+ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് റേറ്റിംഗുമായാണ് വരുന്നത്. അതിന്റെ കൂടെ തന്നെ മിലിറ്ററി ഗ്രേഡ് ഡ്രോപ്പ് പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്ന് വിചാരിച്ച് ഫോൺ എറിഞ്ഞ് കളിക്കരുത്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. അറിയാതെ സംഭവിച്ചു പോയാൽ ഫോൺ സേഫ് ആയിരിക്കാൻ വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ ആണ്. പിന്നെ ബാക്കിൽ ഈ ക്യാമറ മോഡലിന് ഇവിടെ താഴെയായിട്ട് ഡൈനാമിക് ലൈറ്റ് വരുന്നുണ്ട്. ബേസിക്കലി നോട്ടിഫിക്കേഷൻസും ഇൻകമിംഗ് കോൾസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ കത്തും. ഞാൻ പെട്ടെന്ന് അൺബോക്സിംഗ് കാണിച്ചു തരാം. നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഈ ചാനലിലേക്ക് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫോണുണ്ട്, TPU കേസ്, ഫാസ്റ്റ് ചാർജർ, ഡോക്യുമെന്റേഷൻ ആൻഡ് Type-C ചാർജിംഗ് കേബിൾ. പല ബ്രാൻഡുകളും ഈ പ്രൈസ് സെഗ്മെന്റിൽ പെർഫോമൻസിന്റെ കാറ്റഗറിയിൽ അല്ലെങ്കിൽ പെർഫോമൻസിന്റെ ഡിപ്പാർട്ട്മെന്റിൽ വിട്ടുവീഴ്ചകൾ അല്ലെങ്കിൽ കോസ്റ്റ് കട്ടിംഗ് ചെയ്യാറുണ്ട്. എന്നാൽ iQOO നോർമലി ആ സെഗ്മെന്റിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ ചിപ്സെറ്റുമായാണ് വരുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ വർഷം വന്ന MediaTekന്റെ Dimensity 7300 ചിപ്സെറ്റിനെ അപ്ഗ്രേഡ് ചെയ്ത് ഇത്തവണ 7400 ടർബോ ചിപ്സെറ്റ് ആണ് തന്നിരിക്കുന്നത്. അതായത് iQOOന് വേണ്ടി പ്രത്യേകം ട്യൂൺ ചെയ്ത ചിപ്സെറ്റ് ആണ്. ക്ലോസ് ടു 1 മില്യന്റെ AnTuTu സ്കോറാണ് കിട്ടിയത്. ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ദാറ്റ് ഈസ് വെരി വെരി നൈസ്. ഇത്രയും ഹൈ സ്കോർ കിട്ടാനുള്ള മറ്റൊരു കാരണമാണ് ഇതിലുള്ള റാം സ്റ്റോറേജ്. LPDDR4X റാം ആൻഡ് UFS 3.1 സ്റ്റോറേജ് ആണ് തന്നിരിക്കുന്നത്. ഇതിന്റെ പെർഫോമൻസ് ഈ ഫോൺ യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അറിയാൻ കഴിയുന്നുണ്ട്. അത് നോർമൽ യൂസ് ആണെങ്കിൽ, അതായത് ക്യാമറ യൂസ് ചെയ്യുമ്പോഴും ഫോൺ കോളിംഗ്, വാട്സാപ്പിൽ വീഡിയോ ചാറ്റിംഗ്, സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല സ്മൂത്ത്നെസ് കിട്ടുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഗെയിമിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ചേഞ്ചിന് വേണ്ടി ഫ്രീ ഫയർ ആണ് കളിച്ച് നോക്കിയത്. നല്ല സ്മൂത്ത് ഗെയിം പ്ലേ ആയിരുന്നു. ഡിസ്പ്ലേ സെറ്റിംഗ്സ് ഞാൻ കാണിച്ചു തരാം. എനിക്ക് അങ്ങനെ വലിയ ഇഷ്യൂ ആയിട്ടൊന്നും തോന്നിയില്ല. ഇനി മറ്റു ഗെയിംസ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. പിന്നെ ചാർജ് ചെയ്തുകൊണ്ട് ടെൻഷൻ ഇല്ലാതെ കളിക്കാൻ വേണ്ടി ബൈപാസ് ചാർജിന്റെ ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹീറ്റിംഗ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ബെഞ്ച് മാർക്സ് ഉണ്ടല്ലോ, അതായത് AnTuTu ആണെങ്കിലും ത്രോട്ട്ലിംഗ് ആണെങ്കിലും അതെല്ലാം ഞാൻ മൾട്ടിപ്പിൾ തവണ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഹീറ്റിംഗ് ഒന്നുമില്ല. ഭയങ്കരമായിട്ട് സ്ട്രെസ് കൊടുക്കുമ്പോൾ മാത്രം ചെറിയൊരു ഇളം ചൂട് അല്ലെങ്കിൽ വാംത്ത് വരുന്നുള്ളൂ. അങ്ങനെ ഓവർ ഹീറ്റിംഗ് ഒന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല. ചില ബ്രാൻഡുകൾ അവരുടെ ബഡ്ജറ്റ് ഫോണിൽ നിന്ന് ആനിമേഷൻസ് എടുത്ത് കളയാറുണ്ട്. അതായത് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോൾ ആനിമേഷൻ ഉണ്ടല്ലോ, അതൊന്നും ഉണ്ടാവില്ല. ഒറ്റ തുറക്കലും അടയലുമായിരിക്കും. പക്ഷേ ഇതിൽ അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറേജും ചിപ്സെറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് iQOOന് നല്ല ആനിമേഷൻ തരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓരോ ആപ്ലിക്കേഷൻ എടുത്ത് ഓപ്പൺ ചെയ്യുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോഴും നല്ല സ്മൂത്ത് ആനിമേഷൻസ് ഉണ്ട്. പിന്നെ ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസിന്റെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ ഡിസേബിൾ ചെയ്യേണ്ടി വരും. പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻസ്, ഗെയിംസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതും നിങ്ങൾ ഒന്നൊന്നായിട്ട് ഇങ്ങനെ ഡിലീറ്റ് ചെയ്തേ പറ്റും. ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ലേറ്റസ്റ്റ് Origin OS 6 വരുന്നത്. ഞാൻ ഇതിന് മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട്, ഫൺ ടച്ച് OSുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു അപ്ഗ്രേഡ് തന്നെയാണ്. നമ്മുടെ ലൈവ് ആക്ടിവിറ്റി ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഒറിജിൻ ഐലൻഡ് ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. സ്വൈപ്പ് അപ്പ് ചെയ്തത് അങ്ങോട്ട് ഇങ്ങനെ കയറി ചെല്ലും. ഈ ഒറിജിൻ ഐലൻഡ് നമുക്ക് വേണമെങ്കിൽ ഡ്രാഗ് ആൻഡ് ഗോ ഫീച്ചറിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റും ഇമേജസും നമുക്ക് വേണമെങ്കിൽ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് മറ്റേ ആപ്ലിക്കേഷനിലേക്ക് ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. വളരെ യൂസ്ഫുൾ ആണ്. മൾട്ടി ടാസ്കിംഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 3 വിൻഡോസ് ഇങ്ങനെ ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നോർമലി Vivo iQOO ഫോൺസിൽ വരുന്ന ഫീച്ചേഴ്സ് ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ Vivo ഡയലർ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അനൗൺസ്മെന്റ് ഇല്ലാതെ കോൾ റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റും. ആപ്പ് ലോക്കിന്റെ ഫീച്ചർ, ഡ്യുവൽ ആപ്ലിക്കേഷൻ, പിന്നെ ഈ പ്രൈവറ്റ് സ്പേസിന്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെക്കൻഡറി അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ AI ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നോട്ട്സ് ആപ്ലിക്കേഷനുള്ള AI ഫീച്ചർ ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റ് നമുക്ക് വേണമെങ്കിൽ സമറൈസ് ചെയ്യാൻ പറ്റും, പോളിഷ് ചെയ്യാൻ പറ്റും, കണ്ടിന്യൂ റൈറ്റിംഗ്, എക്സ്റ്റെൻഡ്, അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ സർക്കിൾ ടു സെർച്ച് ആണെങ്കിലും Google Gemini ആണെങ്കിലും രണ്ടും ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ പറയുന്ന പെർഫോമൻസ് ഒക്കെ കുത്തിയിരുന്ന് കുറെ നേരത്തേക്ക് ചെയ്യാൻ വേണ്ടി വലിയൊരു ബാറ്ററി വേണമല്ലോ. സോ കഴിഞ്ഞ വർഷം വന്ന Z10Xൽ 6500 mAh ബാറ്ററി ആയിരുന്നു. അതിന്റെ ബാറ്ററി ടെസ്റ്റ് ചെയ്ത് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിയിരിക്കുകയായിരുന്നു. അത്രയും നല്ല പെർഫോമൻസ് ആണ് തന്നത്. ഇത്തവണ അതുക്കും മേലെ, അതായത് 7200 mAh ബാറ്ററിയാണ് തന്നിരിക്കുന്നത്. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ ചാർജറൊക്കെ വരുന്നുണ്ട്. സോ ഇതിന്റെ ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്ത് നോക്കി. അതായത് എല്ലാ ആക്ടിവിറ്റീസും ഓരോ മണിക്കൂർ വെച്ച് ടെസ്റ്റ് ചെയ്തു. അതായത് ഇൻസ്റ്റാഗ്രാം 1 മണിക്കൂർ, OTT പ്ലാറ്റ്ഫോം 1 മണിക്കൂർ, ഗെയിമിംഗ് 1 മണിക്കൂർ, അങ്ങനെ. ബ്രൈറ്റ്നസ് 70% സെറ്റ് ചെയ്തത്. പിന്നെ വൈഫൈ എല്ലാം ഉപയോഗിച്ചത്. 5Gയിലാണ് എല്ലാം ടെസ്റ്റ് ചെയ്തത്. ഞെട്ടിപ്പിക്കുന്ന റിസൾട്ട് ആണ് കിട്ടിയത്. ഞാൻ കാണിച്ചു തരാം.
6.5 മണിക്കൂറിൻ്റെ സ്ക്രീൻ ഓൺ ടൈം ആണ് കിട്ടിയത്. 58% ബാറ്ററി ഇനിയും ബാക്കിയുണ്ടായിരുന്നു. സോ ടോട്ടൽ സ്ക്രീൻ ഓൺ ടൈം നോക്കുമ്പോൾ ഏകദേശം 13-14 മണിക്കൂറിൻ്റെ സ്ക്രീൻ ഓൺ ടൈം കിട്ടും. അതായത് ഈസിലി 2 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് ഈ ഫോണിൽ കിട്ടും. നോ പ്രോബ്ലം. 6.76 ഇഞ്ച് സൈസ് ഉള്ള 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ 2 ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഫസ്റ്റ് ഓഫ് ഓൾ, IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. കഴിഞ്ഞ വർഷം വരെ ഈ പ്രൈസ് സെഗ്മെന്റിൽ നിങ്ങൾക്ക് ഈസിലി AMOLED ഡിസ്പ്ലേ ഉള്ള ഫോൺസ് കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ കഴിഞ്ഞ വർഷം 20,000 രൂപീസിന് താഴെ ഉണ്ടായിരുന്ന പല ഫോണുകളുടെ പ്രൈസ് ഇപ്പം 20,000ന്റെ മേളിൽ പോയിട്ടുണ്ട്. അറിയാലോ, റാം, സ്റ്റോറേജ്, AI ഞാൻ വീണ്ടും ആവർത്തിക്കണ്ടല്ലോ. ഒരുപക്ഷെ ഓഫറൊക്കെ ചേർത്ത് ഓഫർ അല്ലെങ്കിൽ സെയിൽ ടൈമിൽ നിങ്ങൾക്ക് AMOLED ഡിസ്പ്ലേ ഉള്ള ഫോൺസ് ഈ പ്രൈസിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ആ ഫോണിൽ ഈ ഫോൺ തരുന്ന ബാറ്ററി ബാക്കപ്പ് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും കിട്ടണമെന്നില്ല. സോ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് വേണം നിങ്ങൾ ഒരു ഫോൺ സെലക്ട് ചെയ്യാൻ. നമ്പർ 2, പലർക്കുള്ള ഒരു ഡൗട്ടാണ്, ഈ ബഡ്ജറ്റ് ഫോണിൽ IPS LCD ഡിസ്പ്ലേ വരുമ്പോൾ ഭയങ്കര ഒരു ബ്രൈറ്റ്നസ് കുറഞ്ഞ ലോ ക്വാളിറ്റി ഡിസ്പ്ലേ ആയിരിക്കും. അങ്ങനെയൊന്നുമല്ല, നല്ല കളേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. യെസ്, ചുറ്റുമുള്ള ബെസൽസ് പ്രത്യേകിച്ചും ബോട്ടം ചിൻ നോക്കുകയാണെങ്കിൽ കൂടുതലാണ്. പിന്നെ 1200 നിറ്റ്സിന്റെ HBM ബ്രൈറ്റ്നസ് ഉള്ളതുകൊണ്ട് ഞാൻ ഔട്ട്ഡോറെ കൊണ്ടുപോയി നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഫോട്ടോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. ഡിസ്പ്ലേ അത്യാവശ്യം ക്ലിയർ ആണ്. പിന്നെ യെസ്, സ്പീക്കേഴ്സിന്റെ അവിടെ കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടില്ല. പ്രോപ്പർ സ്റ്റീരിയോ സ്പീക്കേഴ്സ് തന്നിട്ടുണ്ട്. അതിന്റെ വോളിയം നമുക്ക് വേണമെങ്കിൽ കണ്ടില്ലേ, ഇങ്ങനെ കൂട്ടി 400% വരെ കൊണ്ടുപോകാൻ പറ്റും. സോ നിങ്ങൾ റൂമിൽ എവിടെയെങ്കിലും ഇത് വെച്ചിട്ട് പാട്ടോ ന്യൂസോ പോഡ്കാസ്റ്റോ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് വേണ്ടിയൊക്കെ ഓക്കെയാണ്. ബാക്കി കണക്ടിവിറ്റി ഒക്കെ ഉണ്ടല്ലോ, 5G ആണെങ്കിലും ഫോൺ കോൾ ആണെങ്കിലും 5G ഡൗൺലോഡ് സ്പീഡ് ആണെങ്കിലും അതൊക്കെ പക്കയായിരുന്നു. ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് വരുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ മൈക്രോ SD കാർഡ് ഇടാൻ കഴിയില്ല. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് കൊടുത്തിരിക്കുന്നത്. ഹാപ്റ്റിക്സ് ആ നോർമൽ വൈബ്രേഷൻ ഹാപ്റ്റിക്സ് ആണ് വരുന്നത്. ക്യാമറ പെർഫോമൻസ് എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ കളേഴ്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഞാൻ പല ലൈറ്റിംഗ് കണ്ടീഷൻസിലും ഫോട്ടോസ് എടുത്ത് നോക്കിയിരുന്നു, സാമ്പിൾസ് ഷെയർ ചെയ്യുന്നുണ്ട്. 50 മെഗാപിക്സലിലെ സോണി IMX852 സെൻസറുള്ള മെയിൻ ക്യാമറയാണ് വരുന്നത്. ഹ്യൂമൻ സബ്ജക്ട്, അതായത് ആളുകളുടെ ഫോട്ടോസ് എടുക്കുമ്പോൾ കളേഴ്സും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ സ്കിന്നിന്റെ പ്രോസസ്സിംഗ് കുറച്ചും കൂടി ബെറ്റർ ആക്കാനുണ്ട്, പ്രത്യേകിച്ചും പോർട്രേറ്റ് ഫോട്ടോസിൽ. എന്നാൽ സെൽഫി ഫോട്ടോസ് വളരെ നൈസാണ്. സ്കിൻ ടോൺ ആണെങ്കിലും കളേഴ്സ് ആണെങ്കിലും ഈവൻ നമ്മുടെ ഫേസിൻ്റെ ബാക്കിൽ ലൈറ്റ് ഉണ്ടെങ്കിലും ഫേസ് ഒക്കെ അത്യാവശ്യം നല്ലോണം തന്നെ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. നൈറ്റ് മോഡിന് വേണ്ടിയുള്ള സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചില ലോ ലൈറ്റ് ഫോട്ടോസ് ഷെയർ ചെയ്യാം, ഡീസൻറ്റ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ എന്നെ സർപ്രൈസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ മെയിൻ ക്യാമറ ആൻഡ് സെൽഫി ക്യാമറ രണ്ടും വെച്ച് നമുക്ക് വേണമെങ്കിൽ 4K 30 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും. വീഡിയോ ക്വാളിറ്റി ഡീസൻ്റ് ആണ്, അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. യെസ്, സെൽഫി വീഡിയോസ് റെക്കോർഡ് ചെയ്യുമ്പോൾ, അതായത് 4K റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റെബിലൈസേഷൻ കിട്ടൂല. എന്നാൽ ഇവിടെ ആ ഒരു ഫേസ് സ്റ്റഡി അല്ലെങ്കിൽ സ്റ്റഡി ഫേസിൻ്റെ ഫീച്ചർ ഉണ്ട്. അത് സ്വിച്ച് ഓൺ ചെയ്താൽ 1080p 30 FPS നിങ്ങൾക്ക് സ്റ്റേബിൾ സെൽഫി വീഡിയോസും റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഫോട്ടോയിൽ നിന്ന് ആവശ്യമില്ലാത്ത ഓബ്ജക്ട്സ് എടുത്ത് കളയാൻ സഹായിക്കുന്ന AI ഇറേസിൻ്റെ ഫീച്ചർ ആണെങ്കിലും ഫോട്ടോയിലുള്ള ക്ലാരിറ്റി കൂട്ടുന്ന AI UHD ഫീച്ചർ ആണെങ്കിലും അതെല്ലാം ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വ്ളോഗേഴ്സ് നോർമലി ഉപയോഗിക്കുന്ന ഈ ഡ്യുവൽ വ്യൂ വീഡിയോ മോഡ് ഇവിടെയും വരുന്നുണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ മെയിൻ ക്യാമറയും സെൽഫി ക്യാമറ വെച്ച് ഒരേ സമയത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. സോ ഈ iQOO Z11Xന്റെ സ്റ്റാർട്ടിംഗ് 6GB 128GB പ്രൈസ് ആണ് 18,999 രൂപ. എന്നാൽ ബാങ്ക് ഓഫറും കാര്യങ്ങളൊക്കെ ചേർത്ത് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ 17,499 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റും. സോ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ നിങ്ങളിപ്പം സ്കൂളിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങിയിരിക്കുകയാണ്, കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ മെയിൻലി നിങ്ങൾ നോക്കുന്നത് കൂടുതൽ ബാറ്ററി ബാക്കപ്പ് ആണ്. അതായത് 1-2 ദിവസം അടുപ്പിച്ച് ടെൻഷൻ ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഫോൺ, അത്യാവശ്യം പെർഫോമൻസ് കാര്യങ്ങളും ഫ്രണ്ടും ബാക്കും 4K റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ക്യാമറ, IP റേറ്റിംഗ്, തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ, സ്പീക്കേഴ്സ് ഒക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ iQOO Z11X ചെക്ക്ഔട്ട് ചെയ്യാം. ഇനി iQOO എന്ന ഈ ബ്രാൻഡിന്റെ ദി മോസ്റ്റ് പവർഫുൾ ഫ്ലാഗ്ഷിപ്പ് ഫോൺ ചെക്ക്ഔട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആ വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ.